അമ്മ. മോനെ, ശിവാനിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രത്യേകിച്ചൊന്നും പറയാറായിട്ടില്ല. സീരിയസ് ആണെന്നാ ഡോക്ടർ പറഞ്ഞേ. ശിവാനി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിരിക്കുക. അയ്യോ, എനിക്കാകെ പേടി തോന്നുന്നമ്മേ. പ്രണവ്, നീ ടെൻഷൻ ആവാതെ നിക്ക്. ശിവാനിക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും സംഭവിക്കില്ല. എനിക്കാകെ പേടിയുണ്ടായി. ആന്റി, ഡോക്ടർ വരുന്നു, കട്ട് ചെയ്യണ്ട. എന്താ ഡോക്ടറെ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഈ പെണ്ണും പിള്ള എന്തിനാ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിന്ന് അഭിനയിച്ച് തകർക്കുന്നു? ശിവാനി പറഞ്ഞു പഠിപ്പിച്ചത് അതുപോലെ അങ്ങ് പറഞ്ഞാ പോരെ? എന്റെ മോൾ ആ കുഞ്ഞുങ്ങളെ ഒരുപാട് ആഗ്രഹിച്ചതാ. കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടറെ? എന്താ ഡോക്ടറെ, ഡോക്ടർ എന്തൊന്നും പറയാത്ത? സോറി പ്രണവ്, മനസ്സിന് ധൈര്യം കൊടുക്കണം. വീഴ്ചയുടെ ആഘാതത്തിൽ ശിവാനിയുടെ വയറ്റിലെ കുഞ്ഞുങ്ങളില്ലാതായി. രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല. ഡോക്ടർ എന്തോ പറയുന്നേ? ഞാൻ പരമാവധി ശ്രമിച്ചതാണ്. ഒരു ചാൻസ് എടുക്കാൻ വേണ്ടിയിട്ടാ തിയേറ്ററിലേക്ക് മാറ്റിയത്. ബട്ട് ഐ ആം റിയലി സോറി. അയ്യോ എന്റെ ദൈവമേ, എന്റെ മോൾ ഇതെങ്ങനെ സഹിക്കും? അയ്യോ മോളെ, അവൾ ഇതെങ്ങനെ സഹിക്കും? എല്ലാം നശിപ്പിച്ചു ആ നിധി, എല്ലാം ഇല്ലാതാക്കി. അയ്യോ മോനെ, മോനെ കരയാതിരിക്കെ. കരഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാന്? ശിവാനിയെങ്കിലും സേഫായിട്ട് കിട്ടിയല്ലോ, അതിന്റെ പേരിൽ ആശ്വസിക്ക്. ഡോക്ടർ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ നിധി. അഭിനയിച്ച് തകർക്കട്ടെ, എവിടം വരെ പോകുന്നു നോക്കാലോ. ഡോക്ടറെ, എനിക്ക് ശിവാനി ഒന്ന് കാണണം. ഞാൻ ഒന്ന് കയറി കണ്ടോട്ടെ? ഏയ്, ഇപ്പൊ വേണ്ട. ശിവാനി ഇപ്പോഴും അബോധാവസ്ഥയിലാ. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട വിവരം ശിവാനി അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ആ വിവരം ശിവാനി അറിഞ്ഞാ അതൊരു ഷോക്കാവും. ഹെൽത്ത് കണ്ടീഷൻ വഷളാവുകയും ചെയ്യും. തൽക്കാലം പ്രണവ് ശിവാനിയെ കാണാതിരിക്കുന്നതാ നല്ലത്. നീ കരയാതിരിക്കേ. മതിയായോടി നിനക്ക്? തൃപ്തിയായോ? നീ ആഗ്രഹിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നില്ലേ? നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങള് നിധിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. പ്രണവേ, മോനെയുടെ പ്രണവേ, എന്തായാലും ഈ കുടുംബത്തിലെ അനന്തരാവകാശികളെ പുന്നാര മരുമോള് കൊന്നൊടുക്കിയപ്പോ ഏട്ടത്തിക്ക് സന്തോഷമായല്ലോ. ആദ്യമേ നിനക്ക് കുഞ്ഞു പിറക്കാത്തതിന്റെ അസൂയല്ലേ നീ എന്റെ കൊച്ചിനോട് തീർത്തത്? നീയൊക്കെ പെണ്ണാണോടി, മനുഷ്യനാണോ? നടന്നത് എന്താണെന്നൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഒരു പെണ്ണിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ തക്ക ഭയങ്കരയൊന്നും അല്ല ഞാൻ. കാണിക്കാവുന്ന ക്രൂരത മുഴുവൻ കാണിച്ചിട്ട് നല്ല പിള്ള ചമയാൻ നോക്കുന്നോ? ശിവാനിയുടെ തന്ത്രം ഫലിച്ച ലക്ഷണമാണ്. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ. നോക്കടാ മോനെ, നിന്റെ കുഞ്ഞുങ്ങളെ അരിങ്കുല ചെയ്തവളാ ഇവൾ. എന്നിട്ടും വല്ല കൂസലുണ്ടോ ഇവക്ക്? നോക്ക് പ്രണവേ, അമ്മായി പറയുന്നത് കേട്ട് നീ കലിതുള്ളാൻ നിൽക്കരുത്. ഇവിടെ കാണുന്നതും പറയുന്നതും ഒന്നും സത്യമല്ല. അപ്പൊ നിങ്ങളല്ല ശിവാനി തള്ളിയിട്ടെന്നാണ് എപ്പോഴും പറയുന്നേ? ഞാൻ ആരെയും തള്ളിയിട്ടിട്ടില്ല. മിണ്ടി പോരുത്. ഇനി നിങ്ങൾ എന്ത് കള്ളത്തരാ പറയാൻ പോന്നേ? ശിവാനി തനിച്ച് മനഃപൂർവ്വം സ്റ്റെപ്പിന്റെ മേളിൽ തള്ളി താഴെ വിടാണെന്നോ? പറ. എന്റെ എല്ലാ സന്തോഷങ്ങളും തകർത്ത് കളഞ്ഞില്ലേ നിങ്ങള്? നശിപ്പിച്ച് കളഞ്ഞില്ലേ? എന്തിനാ എന്നോട് ഇതൊക്കെ ചെയ്യുന്നേ? ഏട്ടത്തിക്ക് ശിവാനിയോട് എന്തെങ്കിലും പകയുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഞാൻ എന്ത് തെറ്റാ നിങ്ങളടുത്ത് ചെയ്തേ? എന്റെ കുഞ്ഞുങ്ങളെ തെറ്റേതേ?
എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എന്തുമാത്രം പ്രതീക്ഷിച്ചിരുന്നാണെന്ന് ഏട്ടത്തിക്ക് അറിയാം, കൊതിച്ചിരുന്നെന്നറിയാം. കയ്യിൽ കിട്ടുന്നതിന് മുന്നേ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയെന്നും അറിയാം. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും ശിവാനി ഉപദ്രവിക്കാതിരിക്കായിരുന്നില്ലേ? ഇങ്ങനെ വീണ്ടും വീണ്ടും പൊട്ടനാവലയുടെ പ്രണയം നീ. പൊട്ടനാ ഞാൻ. കേട്ടാന്ന് ഏട്ടത്തിനെ വിളിച്ച് പറയുന്നത് ഞാൻ വെറുതെ പൊട്ടനാ. പ്രണവേ മോനെ, എന്തൊക്കെയാണ് നീ പറയുന്നത്? ഏട്ടത്തി ഒന്നും മിണ്ടാതിരിക്കേ. എന്തിനാ രണ്ടുപേരും ഇവിടെ നിക്കുന്നേ? പോവാൻ നോക്ക്, ഇറങ്ങി പോ അങ്ങോട്ട്. മോനെ, നിന്റെ അമ്മ ലൈനിലുണ്ടോ? ഞാനിന്ന് സംസാരിക്കട്ടെ. ആ, ഇവിടെ നടന്നതൊക്കെ അറിഞ്ഞു കാണുമല്ലോ. നിങ്ങളുടെ പുന്നാര മരുമോള് ഈശ്വരമംഗലത്തിന്റെ അനന്തര അവകാശികളെ കൊന്നൊടുക്കി. ഇനിയും നിധിയെ മരുമകളാക്കി വേണോ വേണ്ടയോന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേ. ഒറ്റ കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഈശ്വരമംഗലത്തിന്റെ ഭാവി തലമുറയെ നശിപ്പിച്ചവളെ ഇനി ആ വീട്ടിനകത്ത് കേറ്റരുത്. എന്തൊക്കെ രേണുക ഈ പറയുന്നത്? പിന്നല്ലാതെ നിധി ഇനി ഇവിടെ വെച്ച് വാഴിക്കാനാണോ ഏട്ടത്തി ആലോചിക്കുന്നത്? രേണുക, ആ ഫോൺ സ്പീക്കറിലിട്. എന്നിട്ട് നിധിയുടെ അരികിലേക്ക് കൊണ്ടുപോയി കൊടുക്ക. ആ ശരി മേഡം. ശിവാനി പ്രഗ്നന്റ് ആയപ്പോ മുതല് നീ നടത്തിയ പ്ലാനിങ് ഇപ്പൊ സക്സസ് ആയല്ലേ? നീ ഇപ്പൊ ഇല്ലാതാക്കിയിരിക്കുന്നതേ ഈശ്വരമംഗലത്തിന്റെ സന്തതികളെയാ. നിനക്ക് മാപ്പില്ല നിധി. ഇനി ഇവിടേക്ക് തിരികെ കയറാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അതുവഴി തന്നെ എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോണം നീ. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? ഗൗതം, നീയും കേൾക്കുന്നുണ്ടല്ലോ? തിരിച്ച് ഈ വീട്ടിലേക്ക് വരുമ്പോ നിധി ഉണ്ടാവരുത്. അവളിനി ഈ പടിക്ക് പുറത്താ.